നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. മെയിനായിട്ട് നമുക്കുണ്ടാവുന്ന ജോയിൻറ്റ് പെയിൻ, അത് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടല്ലോ, പല രീതിയിലുള്ള ശരീരവേദന. അതുപോലെ ശരീരത്തിൽ സ്കിൻ ചുളുങ്ങുക, പ്രായത്തിലുണ്ടാവുന്ന ചുളിവാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സൂത്രം ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണണം കേട്ടോ. മലർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, പൊരിയല്ല മലർ. തവിട് കൂടുതലുള്ള മലർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 പിടിയാണ് മലർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. നല്ലതുപോലെ എന്ന് പറയുമ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് ആവുന്നവരെ നല്ലതുപോലെ ഈ ഒരു മലർ വേവിച്ചെടുക്കുക കേട്ടോ. എന്നും വെറും വയറ്റിൽ നിങ്ങൾ ഒരു ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഈ ഒരു മലർ തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടാകട്ടെ, ശരീരവേദനയാകട്ടെ, ഇപ്പം നമുക്ക് ശരീരവേദനയൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ബ്ലഡ് കുറവുള്ളവർക്കും ആ ഒരു ശരീരവേദന വരും, പ്രതിരോധ ശേഷിയില്ലാത്തവർക്ക് വരും. അതുപോലെ പല അസുഖങ്ങൾ, ഇപ്പോൾ സന്ധിവാതം അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും നമുക്ക് ജോയിൻറ്റ് പെയിൻ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മലർ കൊണ്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വയറ് നല്ല രീതിയിൽ ക്ലീൻ ആകുവാനും അതുപോലെ തന്നെ നമ്മളുടെ ജോയിൻറ്റിൽ നല്ല ഒരു റിലാക്സേഷൻ കൊടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ നല്ല ചൂട് സമയത്ത് ഈ ഒരു മലർ തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ തണുക്കുവാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പം നമ്മളുടെ ഗർഭപാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരീരം വളരെയധികം ചൂടാകും. അത് മാറ്റിയവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ശരീരം വളരെ ഹീറ്റ് ആകുന്ന പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ തണുപ്പായാൽ പോലും നമ്മുടെ ശരീരം ചൂടെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മലർ വെള്ളം ദിവസവും കുടിച്ചു നോക്കുക കേട്ടോ. വളരെ നല്ല ഒരു റിലാക്സേഷൻ കിട്ടും. ബ്ലഡ് നമുക്ക് വർദ്ധിക്കാനൊക്കെ ഈ ഒരു മലർ വെള്ളം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗർഭിണി ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു മലർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ അല്ലാതെ ഉണ്ടാകുന്ന ലൂസ് മോഷനും വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാവും അല്ലേ. ആ ഒരു ക്ഷീണമൊക്കെ ഇല്ലാതിരിക്കുവാനായിട്ട് ഈ ഒരു മലറിൻ്റെ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ഒരു വൊമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ നിൽക്കുവാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം മാറ്റുവാനും വളരെ നല്ലതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിന് ഇത്രത്തോളം ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് കുടിപ്പിച്ചാൽ കേട്ടോ. അതുപോലെ തന്നെ ഇത് അവല് നനക്കുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ട് നമുക്ക് കുട്ടികൾക്ക് ബ്രേക്കിനൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ സ്കിന്ന് ചുളിവ് വരിക, നല്ല ഗ്ലോയിങ് ആയിട്ട്, നല്ല എന്താ പറയുക, ചുളിവുകളൊക്കെ മാറാനായിട്ട് ഈ ഒരു മലർ പൊടിച്ച് വെക്കുക കേട്ടോ. പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ പൗഡറായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് നമ്മൾ തൈര് പറ്റാത്തവരാണെങ്കിൽ, തൈര് എല്ലാവർക്കും എല്ലാം സ്കിന്നിന് പിടിക്കണമെന്നില്ല. ചിലവർക്ക് തൈര് പറ്റില്ല, ചിലവർക്ക് പാല് പറ്റില്ല. അപ്പോൾ തൈര് പറ്റാത്തവരാണെങ്കിൽ പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കും അതൊരു കട്ടിയായിട്ട് നമുക്ക് പാക്ക് പോലെ ആയി കിട്ടുന്നതാണ് കേട്ടോ. ഇതൊരു 2 ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എവിടെ ആകട്ടെ, നിങ്ങളുടെ മുട്ടും കയ്യിലൊക്കെ ഉണ്ടാവുന്ന കരിവാളിപ്പ്, കറുത്ത ഒരു പാട് പോലെയില്ലേ, അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് ചുളിവ് വന്നത് നല്ല രീതിയിൽ തന്നെ ചുളിവ് പോകുവാനും വളരെ നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. അരമണിക്കൂർ വെച്ച് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. എനിക്ക് പറയുവാൻ വാക്കില്ല. നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ അത്രത്തോളം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വാങ്ങിയവർ പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ. അതുപോലെ തന്നെ ഓരോരുത്തരും റിവ്യൂ പറയുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മുടി കൊഴിച്ചിൽ മാറുവാനും താരൻ മാറുവാനും അകാര നര വരാതിരിക്കുവാനും ഒക്കെ ഈ ഒരു ഹെയർ ഓയിൽ സൂപ്പറാണ്. താരനൊക്കെ ഒരാഴ്ച കൊണ്ട് മാറി എന്ന് നമ്മളോട് ആളുകൾ മെസ്സേജ് ചെയ്ത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക, മുടി സ്പ്ലിറ്റായി പോവുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ മുടി കൊഴിച്ചിൽ വന്നവരാണെങ്കിൽ അത് മാറി അവിടെ പുതിയ മുടികൾ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 10-21 പച്ചമരുന്ന് ഇട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമ്മൾ
കൊപ്ര ആട്ടിയ എണ്ണയിലാണ് ഈ ഒരു വെളിച്ചെണ്ണ ഈ ഒരു എണ്ണ കാച്ചിയ എണ്ണ കേട്ടോ, വെളിച്ചെണ്ണയില കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്നത്. 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത് കേട്ടോ. അത്രത്തോളം നമ്മൾ കെയർഫുള്ളായിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ചു. അതുപോലെ തന്നെ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു എണ്ണ ഒരു പ്രാവശ്യം മേടിച്ചു നോക്കൂ. നല്ല ഉറക്കം കിട്ടുവാനും റിലാക്സേഷൻ കിട്ടുവാനും ഒക്കെ ഈ ഒരു എണ്ണ സൂപ്പറാണ് കേട്ടോ. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയത് നമ്മളുടെ ഈ ഒരു അനാർക്കലി ഹെയർ ഓയിൽ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പിൽ. അടുത്തതായിട്ട് നമ്മൾ ഇടികല്ലില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, എല്ലാവരും ഇടികല്ലുണ്ടാവും. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ചതയ്ക്കുമ്പോൾ പെട്ടെന്ന് ചതഞ്ഞു വരിക എന്നുള്ള ആ ഒരു ഇത് മാറും. കുറേ ഇട്ട് ചതച്ചാൽ മാത്രമേ ചതയുള്ളൂ. അപ്പം നിങ്ങൾ ഇടികല്ല് ഒരു മാസത്തിലൊരിക്കൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത്ര നല്ലത്. ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ആദ്യം ഒന്ന് എല്ലായിടും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പച്ചരിയാണ് എടുക്കേണ്ടത്. പച്ചരി എടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ അതൊന്ന് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡർ ആകുന്ന പോലെ ഇതുപോലെ നല്ലതുപോലെ ആദ്യം പൊടിച്ചിട്ട് നല്ലതുപോലെ ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് കുരുമുളകും കൂടെ ചേർത്ത്, കുരുമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിൻ്റെ ആ ഒരു എന്താണ് പറയുക മൂർച്ച കൂട്ടുവാനും അതുപോലെ ഈ ഒരു കല്ല് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വരുമ്പം ആ ഒരു ഭാഗമൊക്കെ ചില ഭാഗങ്ങൾ പൊടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഉപ്പും നമ്മളുടെ പച്ചരിയും കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ ആട്ടുന്ന പോലെ ആട്ടി നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. നമ്മളുടെ ഇടികല്ല് വർഷങ്ങളായാലും നല്ല പുതുപുത്തനായിട്ടും നമ്മളിപ്പോൾ എന്തെങ്കിലും കുറച്ച് സാധനം ഇട്ടിട്ട് നമ്മൾ ചതച്ചാൽ പോലും നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടുവാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇരുമ്പ് ചട്ടി നമ്മൾ മയക്കി എടുക്കുന്ന പോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ ഇടക്കിടക്ക് നമ്മൾ എണ്ണയൊക്കെ തേച്ച് മയക്കുമല്ലോ ഇടക്കിടക്ക്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇതായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഇടികല്ലും സൂക്ഷിക്കണം കേട്ടോ. പുതിയതായിട്ട് വാങ്ങുന്ന ഇടികല്ലാണെങ്കിലും ഇതുപോലെ ചെയ്ത് എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ മാത്രം മതി. നല്ല കിടുവായിട്ട് നമുക്ക് ഇടികല്ല് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വെളുത്തുള്ളി ഉലിക്കുവാൻ മടിയും ബുദ്ധിമുട്ടും ഉള്ളവർ ഇടികല്ലുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് ഒന്ന് എന്താ പറയുക 2 ചതക്കൽ ആ ഒരു മൂടിൽ വെച്ചിട്ട് 2 ഇടി ഇടിച്ചാൽ മാത്രം മതി. അത് അടന്നും വരും. അതിനോടൊപ്പം തന്നെ തൊലി നമുക്ക് ഇതുപോലെ അടത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ല ഈ ഒരു വെളുത്തുള്ളി. നമുക്ക് എല്ലാ ദിവസവും വളരെ അധികം വേണം. പക്ഷേ ഇത് ഉലിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നമുക്ക് ഇത് അടത്തി പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ സൂത്രമാണ് ഈ ഒരു വെളുത്തുള്ളി ഇതുപോലെ വെച്ചിട്ട് ചതച്ചെടുക്കുക എന്നുള്ളത്. ചതച്ചല്ല, ഒന്ന് ആ മൂട്ടിലിട്ട് 2 ചതക്കൽ ചതച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഇതുപോലെ അടന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ ഈ ഒരു വെളുത്തുള്ളിയുടെ ഗുണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി നമ്മൾ ഡയറക്റ്റ് വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ അൾസറും അതുപോലെ വയറിനുണ്ടാവുന്ന പുകച്ചിലൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നമുക്ക് വെറുതെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൾസർ, ഇപ്പം നമ്മളത് തനിയെ മാത്രം കഴിച്ചതിനാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെഞ്ചെരിച്ചിൽ പോലെയും അതുപോലെ നെഞ്ചത്തിരുന്നിട്ട് പുളിച്ച് കെട്ടുന്ന പോലെയൊക്കെ നമുക്ക് ഫീല് വരാറുണ്ട് അല്ലേ. അതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ തേനിലിട്ട് വെക്കാം, അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ വെളുത്തുള്ളി അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളി എപ്പോഴും നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഒരു 3 വെളുത്തുള്ളി എടുക്കുക, ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞിടുക. എന്നിട്ട് നമുക്ക് പാല് കാച്ചി കുടിച്ചു നോക്കട്ടോ. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവർക്ക് ചെറുപ്രായത്തിലുണ്ടാകുന്ന കൃമി ശല്യം, വിരശല്യം, അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ മടിയുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കുറവാണെങ്കിൽ കൂടി ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു പാല് കുടിച്ചാൽ വളരെ നല്ലതാണ്. നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, നല്ല ഉറക്കം കിട്ടുവാനും അതുപോലെ തന്നെ നമ്മൾ വയറിലുണ്ടാകുന്ന അഴുക്കുകൾ കളയുവാനും അതുപോലെ കൃമിശല്യം, വിരശല്യം ഇല്ലാതിരിക്കുവാനൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസം. അടുത്തതായിട്ട് നമ്മളുടെ ജോയിൻറ്റ് പെയിൻ, പല രീതിയിൽ നമുക്ക് ജോയിൻറ്റിൽ
വേദന വരാറുണ്ട് അല്ലേ. നമ്മൾ അടുക്കളയിലുള്ള 3 അല്ല 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് 1/4 ടീസ്പൂൺ നമ്മളുടെ മല്ലി എടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ നമ്മളുടെ നല്ല ജീരകം എടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ നമ്മളുടെ പെരുംജീരകം എടുക്കുന്നുണ്ട്. 3ഉം ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ 3-4 നമ്മളുടെ ഉണക്കമുന്തിരി കൂടി ഇട്ടാൽ അത്ര ബെറ്റർ ആണ് കേട്ടോ. അത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതും കൂടി ഇടുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും ഒരു ഹെൽത്തി ഡ്രിങ്ക് ആവുന്നത്. എല്ലാവരും വീട്ടിലിപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൂടി ഇട്ട് രാത്രി ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നിങ്ങൾ രാവിലെ ഇത് തിളപ്പിച്ച് കുടിക്കുക. നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ആ ഒരു ചായ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ മലരുവെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ആ ഒരു രാവിലെ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു 10-11 മണിയാകുമ്പോൾ മലർ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ മലർ വെള്ളം നിങ്ങൾ ആ ഒരു സമയത്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. മലർ വെള്ളം നമുക്ക് ക്ഷീണം, തളർച്ച, പനി വരുമ്പോൾ, വൊമിറ്റിങ്ങും അങ്ങനെ നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് കുടിക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം ചായക്ക് പകരം നിങ്ങൾ കുടിച്ചു നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലഡ് കൗണ്ട് കൂട്ടുവാനും ബ്ലഡ് നല്ല രീതിയിൽ ഉണ്ടാകുവാനും അതുപോലെ ജോയിൻറ്റിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, നീര് വെക്കുന്ന അവസ്ഥകൾ, അതുപോലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി കേട്ടോ. നിങ്ങൾ ദിവസവും ഇത് കുടിച്ചു നോക്കൂ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ഹോം റെമഡീസുകൾ ചെയ്താൽ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാം. അതുപോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഹെയർ ഓയിൽ വേണമെങ്കിൽ കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് സൂപ്പർ ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മൾ മരുന്നുകളിൽ നിന്നും മോചനം ഈ ഒരു ഡ്രിങ്കിൽ നിന്നും കിട്ടും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.